CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവും. വടകര കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ രാവിലെ 10 മണിക്ക് പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിശദവിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദാണ് ഒപ്പം ചേരുന്നത്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സമ്മേളനത്തിന്റെ അജണ്ട എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാവും? ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. പതാക ഉയർത്തൽ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഷഹീദെ നമ്മൾ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചത്. ഒപ്പം അവിടെ മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും അവിടെയുണ്ട്. ഇന്ന് ഈ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടാവും? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരായ EP ജയരാജനുണ്ട്, PK ശ്രീമതി, എളമരം കരീം, തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വടകരയിലെ നാരായണ നഗറിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും 2015 വടകരയിൽ നടന്ന സമ്മേളനത്തിലാണ് ജില്ലാ സെക്രട്ടറിയായി P മോഹനനെ തിരഞ്ഞെടുക്കുന്നത്. P മോഹനന് ശേഷം 3 എണ്ണം പൂർത്തിയാക്കി ഇപ്പോൾ വീണ്ടും വടകരയിൽ ജില്ലാ സമ്മേളനം എത്തിയിരിക്കുമ്പോൾ P മോഹന് പിൻഗാമി ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതിൽ 2-3 പേരുകൾ മുന്നിലുണ്ട്. ഒന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ കൂടിയായ N മെഹബൂബ് ഉണ്ട്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശനുണ്ട്. ഇവർ 2 പക്ഷത്തിന്റെയും പ്രതിനിധികളായാൽ 2 പക്ഷവും 2 പേരുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസ് ഈ മെഹബൂബിനെയും ഒപ്പം തന്നെ P മോഹനൻ, അതായത് ജില്ലാ സെക്രട്ടറിയായ P മോഹനൻ KK ദിനേശിന്റെയും പേര് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് രണ്ടും തർക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ സമാധാനം എന്ന നിലയിൽ A പ്രദീപ് കുമാറും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ A പ്രദീപ് കുമാറിന്റെ പേര് ചർച്ചയിൽ മുന്നോട്ട് വെക്കുമെന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹന് ശേഷം ആര് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ കാലയളവിൽ കോഴിക്കോട് ജില്ലയിൽ നടന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിഷയങ്ങളുണ്ട്. പാർട്ടിയുടെ നേതാക്കന്മാർ ഇടപെട്ട ചില പരസ്യ കമ്പനികളുമായി ബന്ധപ്പെട്ട വലിയ വിവാദം പാർട്ടിക്കുള്ളിലുണ്ട്. പാർട്ടിയിൽ അതുമായി ബന്ധപ്പെട്ട കുറെ കാലങ്ങളായി നീറിപ്പോകുന്ന വിഷയങ്ങളുണ്ട്. ഇക്കാര്യം പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ, പ്രതിനിധി സമ്മേളനത്തിൽ ഉൾപ്പെടെ അത് ചർച്ചയാകുമെന്ന് കരുതും. മറ്റൊന്ന്, രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട വിഷയം, 2 ലോക്സഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ 3-4 ടേമുകളായി പാർട്ടിയിൽ നിന്നും കൈമോശം വരുന്ന സാഹചര്യമുണ്ട്. വടകരയും കോഴിക്കോടും, പ്രത്യേകിച്ച് വടകരയിൽ കഴിഞ്ഞ തവണ KK ശൈലജ ഉൾപ്പെടെയുള്ളവരെ മത്സരിപ്പിക്കാൻ ഇറക്കിയിട്ട് പോലും വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉള്ള പാർട്ടിയുടെ ഈ പ്രതിസന്ധി മറികടക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ള കാര്യം ചർച്ചയുണ്ടാകും. ഒപ്പം തന്നെയാണ് ഈ ന്യൂനപക്ഷ വിഷയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പാർട്ടി നടത്തിയ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, ആ നീക്കങ്ങളിൽ ചില വിമർശനങ്ങൾ പാർട്ടിക്കകത്തുണ്ട്. ഇത് പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിൽ അർഹിച്ചതിൽ കൂടുതലുള്ള പ്രാധാന്യം നൽകി. ഷഹീദ്, വിവിധ വിഷയങ്ങൾ ഇന്നത്തെ സമ്മേളനത്തിൽ ചർച്ചയാവും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 10 മണിക്ക് മുഖ്യമന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവിധ കാര്യങ്ങൾ ചർച്ചയാവും. ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, പ്രശ്നങ്ങൾ ഇവയൊക്കെയും ചർച്ച ചെയ്യും. മുഹമ്മദ് ഷഹീദാണ് വിശദാംശങ്ങൾ നൽകിയത്.